2024 10th ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച ബയോളജി പാർട്ടിൽ നിന്നുള്ള PYQ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? സ്നായുക്കൾ, രക്തം, തരുണാസ്ഥി, ടെൻഡൻ. ടെൻഡൻ ആണ് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ. പൊതുജന പങ്കാളിത്തം, കമ്മ്യൂണിറ്റി റിസർവ്, കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു. ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? തരുണാസ്ഥി, ടെൻഡൻ, നാരുകല, രക്തം. ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം രക്തമാണ്. മനുഷ്യ ശരീരത്തിൽ ഉപ-അപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? വൃക്കകൾ, കരൾ, ആമാശയം, പാൻക്രിയാസ്. കരളാണ് അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോഫിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ക്രെട്ടിനിസം, മെക്സിഡിമ, അക്രോമെഗലി, ഭീമാകാരത്വം. അക്രോമെഗലിയാണ് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോഫിൻ്റെ അമിത ഉൽപ്പാദനം കൊണ്ടുണ്ടാകുന്നത്. എന്നാൽ ചെറിയ കുട്ടികളിലാണെങ്കിൽ ജൈജാൻറ്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വമാണ് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസം, സലൈവറി അമലേസ്, പെപ്സിൻ, ലിപ്പേസ്. ഇവിടെ ഉത്തരം വരുന്നത് ലൈസോസൈമാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? തേനമൃത്, മിഠായി, ഹൃദ്യം, ആർദ്രം. മിഠായി എന്നതാണ് ഈ പദ്ധതിയുടെ പേര്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? അൾഡോസ്റ്റിറോൺ, തൈമോസിൻ, മെലറ്റോണിൻ, ഓക്സിറ്റോസിൻ. ഇവിടെ ഉത്തരം വരുന്നത് മെലറ്റോണിനാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇൻഡോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഇവിടെ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു എന്നതാണ് അല്ലാത്ത പ്രസ്താവന. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണമെന്ത്? കണ്ണിലെ ലെൻസ് അതാര്യമായി കാഴ്ച വ്യക്തമാകാത്തതുകൊണ്ട്, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്, റോഡ് കോശങ്ങളുടെ തകരാറ് മൂലം പച്ച, മഞ്ഞ എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്, റെറ്റിനാലിൻ്റെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്തതുകൊണ്ട്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് എന്നുള്ളതാണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG ആണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ചാണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ് എന്നതാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? കോവിഷീൽഡ് നിർമ്മിച്ചത് ആസ്ട്രാസെനിക്കയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ അത്ര വാലിഡ് അല്ല. വംശനാശ ഭീഷണി നേരിടുന്ന ഏതു ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്?
ഹോഗ് ഡിയർ, മോണിറ്റർ ലിസാർഡ്, പോളോ പോണി, സാങ്കായ് ഡിയർ. പോളോ പോണിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീര താപനില നിയന്ത്രിക്കുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. മറ്റ് ഓപ്ഷൻസ് കൂടെ നോക്കാം. പെല്ലാഗ്ര വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ബെറിബെറി വിറ്റാമിൻ B1 തയാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. നിശാന്തത വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളെയാണ്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? പൂരിത കൊഴുപ്പ്, ട്രാൻസ് കൊഴുപ്പ്, അപൂരിത കൊഴുപ്പ്, എല്ലാം. അപൂരിത കൊഴുപ്പ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഫെമറൽ ധമനി, കരോട്ടിഡ് ധമനി, അയോട്ട, വിനകാവ. അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? അനോഫിലസ്, ഈഡിസ് ഈജിപ്റ്റി, ക്യുലെക്സ്, ഏഷ്യൻ ടൈഗർ കൊതുകുകൾ. ഈഡിസ് ഈജിപ്റ്റിയാണ് ഡെങ്കിപ്പനി പകർത്തുന്ന കൊതുകുകൾ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ചൈന, ഇന്ത്യ, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലന നില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ആൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പക്ഷാഘാതം, അപസ്മാരം. ഇത് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തതേത്? സിലിക്കോസിസ്, സോറിയാസിസ്, ന്യൂമോണോകോണിയോസിസ്, ആസ്ബറ്റോസിസ്. സോറിയാസിസ് ഒരു തൊഴിൽജന്യ രോഗമല്ല. ബാക്കിയെല്ലാം തൊഴിലിടങ്ങളിൽ നിന്ന് കാലക്രമേണ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, ഈസ്നോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് മനുഷ്യ ശരീരത്തിൽ വരുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം നടത്തുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമേതാണ്? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം, സോഡിയം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയൺ, കാൽഷ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക്. ഓപ്ഷൻ 1 കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം എന്നിവയാണ് സ്ഥൂലധാതുക്കൾക്ക് ഉദാഹരണം. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? കാറ്റലിൻ കാരിക്കോ ആണ് ഈ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2023 നേടുന്നത്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കൻഹ ദേശീയോദ്യാനം, ഹേമിസ് ദേശീയോദ്യാനം, കുനോ ദേശീയോദ്യാനം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് കുനോ ദേശീയോദ്യാനമാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ഓപ്ഷൻ എ ശലഭമാണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, കാൽസിറ്റോസിൻ, പാരാതോർമോൺ, തൈമോസിൻ, തൈറോക്സിൻ, സിംപത്തറ്റിക്, പാരാസിംപത്തറ്റിക്.
പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. തൈമോസിൻ തൈറോക്സിൻ എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പക്ഷാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. ഹൃദയാഘാതമാണ് കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജീവകം B3യുടെ അപര്യാപ്തതാ രോഗമാണ് പെല്ലാഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാവുന്നു. ഇവിടെ ജീവകം B3യുടെ അപര്യാപ്തതയാണ് പെല്ലാഗ്ര എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. മന്തുരോഗമുണ്ടാക്കുന്ന രോഗാണു ഏത്? ഫൈലേറിയൽ വിര, പ്ലാസ്മോഡിയം, ലെപ്റ്റോസ്പൈറ, സാൽമൊണല്ല. ഫൈലേറിയൽ വിരയാണ് മന്തുരോഗമുണ്ടാക്കുന്ന രോഗാണു. എൻസൈമുകളില്ലാത്ത ദഹനരസം. ഉമിനീർ, ആമാശയരസം, ആഗ്നേയരസം, പിത്തരസം. പിത്തരസത്തിലാണ് എൻസൈമുകൾ ഇല്ലാത്തത്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? സെറിബെല്ലം ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. മെഡുല ഒബ്ലോങ്ങേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇവിടെ തെറ്റായ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെയും നാലാമത്തെയും ജോഡികൾ തെറ്റാണ്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏത്? ജീവകം എ നിശാന്തത, B1 അനീമിയ, B9 ബെറിബെറി, ഡി റിക്കറ്റ്സ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡികൾ ഏതാണെന്നാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ജീവകം എയുടെ ഡെഫിഷ്യൻസിയാണ് നിശാന്തത. ജീവകം ഡിയുടെ ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണു. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്നത് വൈറസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ഉയർന്ന രക്തസമ്മർദ്ദം. ഇവിടെ ഉയർന്ന രക്തസമ്മർദ്ദം ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ഇതിൽ ബാക്ടീരിയ രോഗങ്ങൾ എന്ന് പറയുന്നത് എലിപ്പനിയും ഡിഫ്തീരിയയുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രുതിമധുരം, നയനാമൃതം പദ്ധതി, കരുതൽ ചൈൽഡ് കെയർ, അമൃതം ആരോഗ്യം. ഓപ്ഷൻ 2 ആയിട്ടുള്ള നയനാമൃതം പദ്ധതിയാണ് ഉത്തരം വരുന്നത്. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? വെള്ളപ്പൊക്കം, വരൾച്ച, വായുവിൻ്റെ ഗുണനിലവാരം, വികിരണങ്ങൾ. സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മീറ്റീരിയോളജിക്കൽ ഡ്രോട്ട്, വരൾച്ച അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ക്യാൻസറിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT ബോംബെയിലാണ് ക്യാൻസറിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഇവിടെ തെറ്റായ പ്രസ്താവന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസറിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതു രീതിയിലാണ്? വായുവിലൂടെ, സമ്പർക്കം മുഖേന,
കൊതുക് മുഖേന, ആഹാരം, വെള്ളം മുഖേന. സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം, കാരുണ്യ, സ്നേഹാശ്വാസം, സ്നേഹപൂർവം. സ്നേഹസ്പർശമാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം വരുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. പയറുചെടിയുടെ സങ്കര ഇനം ഏതാണ്? അനാമിക, ഭാഗ്യലക്ഷ്മി, ഹരിത, അനഘ. ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ ഉത്തരം വരുന്നത്. വനവിഭവം അല്ലാത്തതേത്? പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്, ബാക്കിയെല്ലാം വനവിഭവങ്ങളാണ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ്, മീഥേൻ. സൾഫർ ഡയോക്സൈഡാണ് ആസിഡ് റെയിന് കാരണമായിട്ടുള്ള വാതകം. അക്ഷ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വാരിയെല്ലുകൾ 24 അസ്ഥികൾ, നട്ടെല്ല് 1 അസ്ഥി, മാറെല്ല് 4 അസ്ഥികൾ, തലയോട് 39 അസ്ഥികൾ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാരിയെല്ല് 24 അസ്ഥികൾ എന്നുള്ളതാണ് ശരിയായ ജോഡി. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം പ്ലൂറയാണ്. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളര സന്ധി നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏത്? ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകൾ, പ്രോത്രോംബിൻ ത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഇവിടെ രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു, പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു, ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളായി മാറുന്നു. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനമേത്? ഇവിടെ ആൻസർ വരുന്നത് മഹാരാഷ്ട്രയാണ്. 2023 റിപ്പോർട്ട് അനുസരിച്ച് മഹാരാഷ്ട്രയിലായിരുന്നു ഏറ്റവും കൂടുതൽ കേസസ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ ഓപ്ഷൻസിലില്ല. ശ്രീ JP നദ്ദയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി.